കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന് കുടുംബം. CPM നേതാവ് VR സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി ആവശ്യപ്പെടുന്നു. ആരോപണ വിധേയരുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. മന്ത്രി റോഷി അഗസ്റ്റിനും നിലമ്പൂർ MLA PV അൻവറും സാബുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. കട്ടപ്പനയിലെത്തിയ മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. VR സജിയുടെ ഭീഷണി സന്ദേശം ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുമെന്നും കുടുംബത്തിന് നീതി ലഭിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആദ്യം പ്രതികരണങ്ങൾ കാണാം. അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്കായത്. പിന്നെ VR സജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ പല പ്രാവശ്യം ഞങ്ങളോട് മീറ്റിംഗ് വെച്ചാണ് ഇങ്ങനെ പല പ്രാവശ്യവും കടുക്കളായി തരാമെന്ന് പറഞ്ഞത്. അതും ഭയങ്കരമായിട്ട് പലതവണ ചെന്ന് പലതവണ ബഹളം ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് കുറേശ്ശെ തന്നുകൊണ്ടിരുന്നത്. സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നേക്കുന്നത് ആകെ ഒരു പ്രാവശ്യം മാത്രം തന്നിട്ടുണ്ട്. പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയോടുള്ള അന്വേഷണമാണ് ആവശ്യം. അതിനുവേണ്ട ഒരു പോലീസ് ടീമിനെ തന്നെ ഇപ്പം പ്രത്യേക സംഘമായി നിയോഗിച്ചിട്ടുണ്ട്. ഫോൺ സംഭാഷണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിൻ്റെ പരിധി വരും. സംഭാഷണങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു, ഞാനായിട്ട് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അതൊക്കെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരട്ടെ. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. അവർക്ക് പറയാനുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുമായ കാര്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ സത്യസന്ധമായി നീതിപൂർവ്വം നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ പ്രാദേശിക CPM നേതൃത്വം പ്രതിരോധത്തിലായ വിഷയമാണ്. അവിടുത്തെ സ്ഥലത്തെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ വരുമ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ കുടുംബം പറയുന്നത്? ഇപ്പോൾ ഭാര്യയുടെ മൊഴിയടക്കം അന്വേഷണ സംഘം എടുത്തല്ലോ. ഈ അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? റോഷി അഗസ്റ്റിൻ അവിടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാൻ ചെന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സന്ദീപ്, കേൾക്കാമോ? തീർച്ചയായിട്ടും കുടുംബം ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി 4 പേർക്കെതിരെ VR സജി, ഒപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിരുന്ന റിജി അടക്കമുള്ള 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണം എന്നത് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഒപ്പം തന്നെ തങ്ങളുടെ പണം വളരെ വേഗത്തിൽ തിരികെ നൽകണം എന്നുള്ള ആവശ്യവും അവർ വെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ഇവർ ഹറാസ് ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് ഇത്തരം മരണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് വീട്ടിലെത്തി സന്ദർശനം നടത്തി കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. നീതിപൂർവമായ ഒരു അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. VR സജിയുടെ ഫോൺ സംഭാഷണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലമ്പൂർ MLA PV അൻവറും നേരിട്ടെത്തി വീട്ടിൽ സന്ദർശനം നടത്തുകയും കുടുംബത്തിനോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇക്കാര്യങ്ങൾ വിശദമായി ചൂണ്ടിക്കാട്ടി ഇടുക്കി SP-ക്ക് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. പിന്നീട് കോടതിയിലടക്കം പോകേണ്ടി വന്നാൽ അത് അനുകൂലമായ സാഹചര്യം ഒരുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് MLA പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തില്ല എന്നുള്ള വിമർശനവും ഈ അൻവർ MLA മുന്നോട്ട് വെച്ചിരുന്നു. കാരണം നവീൻ ബാബുവിൻ്റെ കേസിന് സമാനമായിരിക്കും ഈ കേസും എന്ന തരത്തിലാണ് അൻവറും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ വീട്ടിലേക്കെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഇന്നലെയും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രതിഷേധം ഒരു വശത്തുകൂടി മുമ്പോട്ട് പോവുകയാണ്. എന്തായിരുന്നാലും പ്രത്യേക അന്വേഷണ സംഘവുമായി ഇപ്പോൾ ഇടുക്കി SP ഇവിടെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട്. മുൻപോട്ടുള്ള അന്വേഷണം ഏത് തരത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഇടുക്കി SP നേരിട്ടെത്തി അന്വേഷണ സംഘവുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാബുവിൻ്റെ ഫോൺ ഇന്ന് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കേണ്ട സാഹചര്യമുള്ളതിനാൽ അത്തരത്തിൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതിഷേധം മറ്റൊരു തരത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസും BJP-യും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും മുന്നോട്ട് പോകുന്നു. ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.